കോളേജിൽ നിന്നും ഒരു ടൂറിനായി പുറപ്പെട്ട കുട്ടികൾ. അതിൽ നിന്ന് 2 യുവാക്കളെ കാണാതാകുന്നു, അർജുൻ ആൻഡ് രവി. അവർ അവരുടെ ഗ്രൂപ്പിൽ നിന്നും മിസ്സിംഗ് ആയിരിക്കുന്നു. കാടിലൂടെ ചുറ്റിത്തിരിഞ്ഞ് ഇനി എങ്ങും പോകാനിടയില്ലാത്ത തരത്തിൽ അവർ ക്ഷീണിച്ചു വലഞ്ഞു. അങ്ങനെയിരിക്കെ അവർ ഒരു കുന്നിൻ മുകളിൽ എത്തിപ്പെട്ടു. സൂര്യൻ മരങ്ങൾക്കിടയിലേക്ക് മറയുന്നു. സന്ധ്യയാകുന്നു. അപ്പോൾ അവരൊരു ചെറിയ ഷെഡ് ആ കുന്നിൻ മുകളിൽ കണ്ടു. അത് കണ്ടപ്പോൾ ഒരുപാട് പഴകിയതുപോലെ തോന്നി. എങ്കിലും അവിടെ ആരോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് നേരിയ പ്രതീക്ഷ നൽകി. അതിൻ്റെ കതകിൽ തുരുമ്പിച്ച ലോക്കായിരുന്നു കിടന്നിരുന്നത്. അവർ വാതിലിൽ മുട്ടി. അകത്തുനിന്നും റെസ്പോൺസ് ഒന്നുമില്ല. കുറേ നേരം കൂടി കാത്തിരിക്കാൻ അവർ തീരുമാനിച്ചു. കാരണം ഇനി എങ്ങോട്ടും പോകാൻ അവർക്ക് ഇടമില്ല. വനത്തിൽ മുഴുവൻ ഇരുൾ പടർന്ന നേരം ആ വാതിൽ ആരോ പതുക്കെ തുറന്നു. അവിടെ ഒരു നിഴൽ പോലെയുള്ള രൂപം അവർ കണ്ടു. ഉയരമുള്ള നീണ്ട താടിയുള്ള ഒരു മനുഷ്യനെ അവർ കണ്ടു. അദ്ദേഹം സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഒരു ഭയപ്പെടുത്തുന്ന രൂപം പോലെ അവർക്ക് തോന്നി. ഇയാളൊരു യാചകനാണോ? അയാളെപ്പറ്റി പല സംശയങ്ങളും അവരുടെ മനസ്സിൽ ഉടലെടുത്തു. പക്ഷേ അദ്ദേഹം വളരെ മയത്തിലാണ് അവരോട് സംസാരിച്ചത്. അവർക്ക് സംഭവിച്ചതെന്തെന്ന് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. എന്നിട്ട് അവരോട് ഒരു ദിശ കാണിച്ചു. നിങ്ങൾ ആ വഴിയിലൂടെ പോയിക്കൊള്ളുക. അതിലേ പോയി കഴിഞ്ഞാൽ നേരെ കിഴക്കോട്ട് തിരിയുക. അപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി നിങ്ങൾ കാണും. അയാളോട് നന്ദി പറഞ്ഞ് അവരാ രാത്രി ആ കുടിലിന് പുറത്ത് തങ്ങി. രാവിലെ തന്നെ അവരവിടെ നിന്ന് പുറപ്പെട്ടു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അർജുൻ വളരെയധികം ഭയപ്പെട്ട് ഓടി ആ ഷെഡിന് മുന്നിലെത്തി. അദ്ദേഹം ആ താടിയുള്ള മനുഷ്യൻ ആ ഷെഡിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അർജുൻ ഭയത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ചെന്നായ ഞങ്ങളെ ആക്രമിച്ചിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ രവിയെ അതിക്രൂരമായി അതാക്രമിച്ചു. അവന് നന്നായി പരിക്കേറ്റിട്ടുണ്ട്. ഞാൻ അവനെ ഒരു ഗുഹയിൽ കയറ്റി ഒളിപ്പിച്ചിരിക്കുകയാണ്. ആ ഗുഹയുടെ വാതിൽ ഞാൻ നന്നായി സീൽ ചെയ്ത് വെച്ചിരിക്കുന്നു. മാനുകളുടെ കൂട്ടം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ ഒരു വിധത്തിലാണ് ഇവിടെ വന്നത്. എനിക്ക് പോയി എൻ്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തണം. ആ താടിയുള്ള മനുഷ്യൻ ഇത് കേട്ട് അയാൾ അവൻ്റെ കൂടെ ഓടിപ്പോയി രവി കിടന്ന സ്ഥലം കണ്ടുപിടിച്ചു. ആ ഗുഹ അവർ തുറന്നു. വളരെ മുറിവേറ്റ ഇളറിയ രവിയുടെ ശരീരം അവർ കൈകളിലേന്തി. അവനപ്പോഴും ജീവനുണ്ടായിരുന്നു. അവർ അവനെ എടുത്തുകൊണ്ട് വേഗം അദ്ദേഹം താമസിക്കുന്ന ഷെഡിൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ അയാൾ അവരെ അകത്തേക്ക് കയറ്റാൻ വിസമ്മതിച്ചു. പകരം അവർക്ക് പുറത്ത് ഒരു കൂടാരമുണ്ടാക്കി കൊടുത്തു. അന്ന് അവർ അവിടെയാണ് കഴിഞ്ഞിരുന്നത്. മാത്രമല്ല അദ്ദേഹം അകത്തു നിന്നും കുറച്ച് ഹോം മെയ്ഡ് മരുന്നുകളുമായി വന്നിരുന്നു. അതെല്ലാം രവിക്ക് പുരട്ടി കൊടുക്കുകയും കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രി അയാൾ ആ ഷെഡിൽ ഉറങ്ങുകയും ഈ 2 കുട്ടികളും പുറത്ത് കൂടാരത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം ഷെഡിൻ്റെ ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ട് അർജുൻ അകത്തേക്ക് കടന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ബെഡും ഒരു കസേരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കട്ടിലിൻ്റെ അടിയിൽ ഒരു ചെറിയ വിടവ് കണ്ടു. അവൻ ആ കട്ടിൽ പൊക്കി മാറ്റി നോക്കി. അതിൻ്റെ അടിയിൽ ഒരു വാതിൽ പോലെയായിരുന്നു. ആ വാതിൽ തുറന്നപ്പോൾ അതിൻ്റെ അടിയിലേക്ക് കുറേ സ്റ്റെപ്പുകൾ, ഇരുട്ടിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുന്ന കുറേ അധികം സ്റ്റെപ്പുകൾ കണ്ടു. അവൻ അതിലേ താഴേക്കിറങ്ങിയപ്പോൾ കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. ഒരു വലിയ ലബോറട്ടറി, വിശാലമായി കിടക്കുന്ന ഒരു ലബോറട്ടറി. ഈ കുന്നിൻ്റെ അകത്ത് അങ്ങനെയൊരു ലാബുണ്ടെന്ന് ആർക്കും മനസ്സിലാവുകയേയില്ല. അവന് ഭയവും അത്ഭുതവും എല്ലാം ഒരേ സമയം അനുഭവപ്പെട്ടു. ഇയാൾ ആരാണ് എന്നുള്ളൊരു ചിന്ത അവനിൽ വന്നു. അവൻ ആ ലാബിൽ കണ്ടത് ചത്ത മൃഗങ്ങളെ ഇട്ട് വെച്ചിരിക്കുന്ന ജാറുകളും അവയവങ്ങൾ ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്നതും കുപ്പികളിൽ തിളയ്ക്കുന്ന വെള്ളവും ബീക്കറുകൾ, പിപ്പറ്റ്, വയേഴ്സ്, ഡയഗ്രമുകൾ. അങ്ങനെ അവൻ നോക്കിപ്പോയപ്പോൾ ഒരു മൂലയിൽ ഒരു ബോഡി തുണിക്കകത്ത് കവർ ചെയ്തിരിക്കുന്നു. അവനത് പൊക്കി നോക്കി. അതൊരു പ്രായമായ മനുഷ്യനാണെന്ന് അവന് മനസ്സിലായി. അയാൾ മരിച്ചു കിടക്കുകയാണ്. പക്ഷേ ജീർണിച്ചിട്ടില്ല. പെട്ടെന്ന് അയാളുടെ ശബ്ദം അവൻ കേട്ടു. നീ ഇത് കാണേണ്ടിയിരുന്നില്ല. അവൻ ഞെട്ടിത്തിരിഞ്ഞ് പിറകിലേക്ക് നോക്കി. അയാൾ പക്ഷേ ദേഷ്യപ്പെട്ടിരുന്നില്ല. ശാന്തനായിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അർജുന് ഭയം മാറി. അവൻ പതുക്കെ ചോദിച്ചു, ഇയാൾ മരിച്ചതാണോ? അദ്ദേഹം മറുപടി പറഞ്ഞു, അവൻ മരണത്തോടടുക്കുകയായിരുന്നു. ആ സമയം ഞാൻ അവൻ്റെ ജീവനെ അവൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി. ഇത് കേട്ടപ്പോൾ അർജുൻ വിചാരിച്ചു, അദ്ദേഹം മരിക്കാൻ കിടന്ന ആളിനെ വേഗം കൊന്നുകൊണ്ട് അയാളുടെ വേദനയെ എടുത്തു മാറ്റാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കുമെന്ന്. പക്ഷേ
ഉടനെ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ആ ജീവനെ തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് കയറ്റാനുള്ള മാർഗം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെയും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അർജുൻ എന്തെങ്കിലും പറയാനോ എതിർക്കാനോ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തിരിഞ്ഞ് ഒരു ബോട്ടിലിലേക്ക് കൈ ചൂണ്ടി. ഇതാ ഈ സീൽ ചെയ്തിരിക്കുന്ന ബോട്ടിൽ നോക്കൂ. അർജുൻ അതിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കണ്ടു. എന്നാൽ അതിലേക്ക് എന്തെങ്കിലും ചൂട് പകരാനായി തീയോ മറ്റെന്തെങ്കിലുമോ അവൻ കണ്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ വെള്ളത്തിലാണ് ഇയാളുടെ ലൈഫ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ലൈഫിനെ ഈ വെള്ളത്തിൽ നിന്നും ഇയാളുടെ ബോഡിയിലേക്ക് എത്തിക്കണം. അദ്ദേഹത്തിൻ്റെ ബോഡിയിലുണ്ടായ മുറിവുകളൊക്കെ ഞാൻ പരിഹരിച്ചു കഴിഞ്ഞു. ഞാനതൊക്കെ സുഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ബോഡി ഈ ലൈഫിനെ സ്വീകരിക്കാൻ റെഡിയാണ്. പക്ഷേ ഈ ലൈഫിനെ എങ്ങനെ ഈ ബോഡിയിലേക്ക് തിരിച്ച് കടത്തും എന്നുള്ള അന്വേഷണത്തിലാണ് ഞാൻ. അത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മൃഗങ്ങളെയൊക്കെ ഞാൻ കൊന്ന് ഇവിടെ ആക്കിയിരിക്കുന്നത്. അർജുൻ ഇതൊക്കെ കണ്ട് വിശ്വസിക്കാനാകാതെ തരിച്ചു നിന്നു. എന്നിട്ട് അദ്ദേഹം അർജുൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടി അടുത്ത് വന്ന് അവൻ്റെ കണ്ണിൽ നോക്കി ഒരു ഭീഷണി ഒന്നോണം പറഞ്ഞു, ഇത് നീ മറ്റാരോടും പറയരുത്. നീ ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. നീ ഇത് പോയി നിൻ്റെ കൂട്ടുകാരനോട് പോലും പറഞ്ഞേക്കരുത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നിൻ്റെയും ലൈഫ് എടുക്കാൻ സാധിക്കും. എന്നാൽ ലൈഫ് തിരിച്ച് നിന്നിലേക്ക് എത്തിക്കാൻ ഇതുവരെയും ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് നീ മറക്കരുത്. അർജുൻ തലയാട്ടി. ഒന്നും സംസാരിക്കാനാവാത്ത വിധം അവൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അവരുടെ കൂടാരത്തിനകത്ത് രവി റിക്കവറായി വരുന്നുണ്ട്. അവൻ അർജുനോട് ചോദിച്ചു, അർജുൻ, നമുക്ക് എന്നാണ് തിരിച്ചു പോകാൻ പറ്റുക? നമുക്ക് വേഗം തിരിച്ചു പോകണം. അർജുൻ ഒന്ന് മടിയോടെ പറഞ്ഞു, യെസ് പോകണം, പക്ഷേ നമ്മൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം. നീ കുറച്ചും കൂടെ ഓക്കെ ആവാനുണ്ട്. രവി തലയാട്ടി. പക്ഷേ അർജുൻ്റെ കണ്ണുകൾ അവൻ പറഞ്ഞ നുണയും അവൻ്റെ ഉള്ളിലെ ഭയവും ഒക്കെ എടുത്തു കാണിക്കുന്നതായിരുന്നു. അങ്ങനെ വീണ്ടും സൂര്യൻ കുന്നുകളുടെ പിറകിൽ ഒളിച്ചു. അടുത്ത രാത്രിയായി. മണ്ണിലടിയിലുള്ള ബോട്ടിലിൽ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരുന്നു, ഒരു കാത്തിരിപ്പെന്നോണം. അടുത്ത ദിവസം രാവിലെ കോളേജ് ഗ്രൗണ്ട് ചുറ്റും ജനങ്ങൾ കൂടിയിരിക്കുന്നു. പോലീസ് വന്നിരിക്കുന്നു. 2 കുട്ടികളെ മിസ്സായപ്പോൾ തന്നെ അവർ പോലീസിനെ അറിയിച്ചു. അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. കാരണം ആ വനം അത്രയേറെ വിശാലവും അപകടം പിടിച്ചതുമാണ്. പോലീസ് ആ താടിക്കാരനായ മനുഷ്യൻ താമസിക്കുന്ന ആ കുന്നിൻ മുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അവരാ കുന്നിൻ മുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ അത് ആ കുന്നിൻ മുകളിൽ തന്നെയാണോ എന്ന സംശയം. കാരണം അവിടെ ഷെഡ് കാണുന്നില്ല, കൂടാരമില്ല, കുറച്ച് കല്ലുകളും പുല്ലും മാത്രം. അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ ആരെങ്കിലും അവിടെ ജീവിക്കുന്നതായോ മനസ്സിലാകുന്നേയില്ല. അങ്ങനെ പോലീസിന് യാതൊരു സംശയവും ആ ഏരിയയിൽ എങ്ങും തോന്നിയില്ല. അവർ ആ വഴി നടന്നുപോയി.